കോഴിക്കോട് എലത്തൂർ HPCL ഡിപ്പോയിൽ നിന്നുള്ള ഡീസൽ ചോർച്ചയിൽ നിയമ നടപടി ഉണ്ടാക്കുമെന്ന് കളക്ടർ. ഓപ്പറേറ്ററുടെ വീഴ്ചയെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ റിപ്പോർട്ട്. ശേഖരിച്ച സാമ്പിളുകൾ ഇന്ന് പരിശോധനയ്ക്ക് അയക്കും. വിവരങ്ങളുമായി അഭിന പി ചിറക്കൽ ചേരുന്നുണ്ട്. അഭിന, ഓപ്പറേറ്ററുടെ വീഴ്ചയെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ റിപ്പോർട്ടിലുള്ളത്. ഏതൊക്കെ തരത്തിലുള്ള ഒരു നിയമ നടപടിയിലേക്ക് പോകാനാണ് സാധ്യത? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? നിലവിൽ ഇപ്പോൾ ഇവിടെ ഇന്ധന ചോർച്ചയൊന്നുമില്ല. കഴിഞ്ഞ 2 ദിവസത്തെ വെച്ച് നോക്കുമ്പോൾ കഴിഞ്ഞ 2 ദിവസവും വലിയ തോതിലുള്ള ഒരു ഇന്ധന ചോർച്ചയാണ് അനുഭവപ്പെട്ടത്. ഇതുമൂലം ഇവിടെ പ്രദേശത്തുള്ള ആളുകൾക്കെല്ലാം വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നാണ് അല്പസമയം മുൻപ് നമ്മളോട് ഇവിടെയുള്ള ഒരാൾ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. ദേഹാസ്വാസ്ഥ്യം, അതുപോലെ തന്നെ തലവേദന തുടങ്ങിയ അസുഖങ്ങളെല്ലാം ഇവിടെയുള്ള ആളുകൾക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിയമ നടപടികളിലേക്ക് പോകുന്നതിന് മുൻപേ ഈ പ്രദേശത്തുള്ള ആളുകളെ കൃത്യമായ രീതിയിൽ സുരക്ഷിതരാക്കുക എന്നൊരു ലക്ഷ്യമാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഇന്ന് പ്രധാനമായും നടക്കുന്നത് ഈ ജലസ്രോതസ്സുകളെ കേന്ദ്രീകരിച്ചാണ്. ജലസ്രോതസ്സുകളിലേക്കെല്ലാം ഇത്തരത്തിൽ ഈ ഇന്ധനം പടർന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ധനം എത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ ജലസ്രോതസ്സുകൾ ശുദ്ധീകരിക്കുക, ഈ ശുദ്ധീകരണ പ്രവൃത്തിയാണ് ഇന്ന് പ്രധാനമായും ഇവിടെ നടക്കുന്നത്. ഇതിന് നേരിട്ട് കളക്ടറും അതുപോലെ തന്നെ മറ്റു വകുപ്പ് തല ഉദ്യോഗസ്ഥരെല്ലാം തന്നെ നേരിട്ട് ഇടപെടലുകളും അതുപോലെ തന്നെ ഇതിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നടത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെ ഈ ഒരു ഇന്ധന ചോർച്ച വലിയ രീതിയിൽ മറ്റു തോടുകളിലേക്കും അതുപോലെ തന്നെ കടലുകളിലേക്കും എല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. ഇതുമൂലം മീനുകളെല്ലാം ചത്തുപൊങ്ങിയ നിലയിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വലിയ രീതിയിലൊരു ദോഷം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഒരു കണ്ടെത്തൽ റവന്യൂ വകുപ്പിൻ്റെയും അതുപോലെ തന്നെ ഈ ജില്ലാ ഭരണകൂടത്തിൻ്റെയും ഒരു കണ്ടെത്തൽ ഇപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ പറയുകയാണെങ്കിൽ ഈ ജലശുദ്ധീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ശുദ്ധീകരണമായിരിക്കും ഇന്ന് പ്രധാനമായും ഈ ഒരു പ്രദേശത്ത് നടക്കുക. അതുകൂടാതെ തന്നെ ഈ മണ്ണ് ആവശ്യമെങ്കിൽ ഈ മണ്ണിലായിട്ടുള്ള ഈ ഇന്ധനവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇന്ധന ചോർച്ചയുമായി ബന്ധപ്പെട്ട് മണ്ണിൽ ഏതെങ്കിലും തരത്തിൽ ഇന്ധനം പടർന്നിട്ടുണ്ടോ, അത് ഏതൊക്കെ രീതിയിലേക്ക് ദോഷം ഉണ്ടാക്കുമെന്നവ മനസ്സിലാക്കിയിട്ട് ഈ ഒരു ശുദ്ധീകരണം കൂടെ അല്ലെങ്കിൽ ഈ ഒരു മണ്ണ് വൃത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ഇന്ന് പ്രധാനമായിട്ട് നടക്കുക. ഏകദേശം 10 മണിയോടുകൂടി ഈ ശുദ്ധീകരണ പ്രവൃത്തികളെല്ലാം നടക്കുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതുകൂടാതെ തന്നെ മുംബൈയിൽ നിന്ന് എത്തിക്കുന്ന ഒരു പ്രത്യേക തരം ഒരു കെമിക്കലുണ്ട്. ഈ കെമിക്കൽ ഉപയോഗിച്ചിട്ടായിരിക്കും ഈ ശുദ്ധീകരണ പ്രവൃത്തികളെല്ലാം പ്രധാനമായി നടക്കുക. അതുകൂടാതെ തന്നെ ഈ HPCLന്റെ അധികൃതരുടെ ഭാഗത്തു നിന്നും സംഭവിച്ചിട്ടുള്ള വൻ വീഴ്ചയാണ് എന്നുള്ളത് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു കണ്ടെത്തൽ HPCL അധികൃതരും തള്ളിക്കളഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വസ്തുതാപരമായ ഒരു കാര്യം. ഇതിനു മുൻപും കഴിഞ്ഞ 2 ദിവസത്തെ കൂടാതെ ഇതിനു മുൻപും 4 തവണ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നാട്ടുകാരും പറയുന്നത്. ഏതായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട നാട്ടുകാരെല്ലാം തന്നെ വലിയ ആശങ്കയിൽ തന്നെയാണ്. ആതിര, അഭിന, പ്രദേശം ഇപ്പോഴും പൂർണ്ണമായും സുരക്ഷയിൽ തന്നെയാണോ ഉള്ളത്? അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഇപ്പോഴും ഒരു ആശങ്ക നിലനിൽക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങളൊക്കെ പ്രദേശത്ത് നടക്കുന്നുണ്ടോ? നിലവിലിപ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിഷേധത്തിന് ആരും തന്നെ ഇപ്പോൾ നിൽക്കുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ആളുകൾ ആശങ്കയിലാണ്. അത് കൂടാതെ തന്നെ ആളുകൾക്കെല്ലാം വലിയൊരു അസ്വസ്ഥതകൾ നേരിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ വലിയ ദുർഗന്ധമാണ് ഈ ഒരു ഇന്ധന ചോർച്ചയുമായി ബന്ധപ്പെട്ട്. ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ തന്നെ പറയുകയുണ്ടായി, ഈ ഓടകളിലെല്ലാം വലിയ തോതിലാണ് ഇത്തരത്തിൽ ഇന്ധനം ഒഴുകിയെത്തുന്നത്. ഈ ചെറിയ 4:30 അന്ന് വൈകിട്ട് 4:30 കൂടിയിട്ടാണ് ഇത്തരത്തിലൊരു ഇന്ധന ചോർച്ച ഉണ്ടായിരിക്കുന്നത്. ഈ സമയം മുതൽ ഇത്തരത്തിൽ ഇന്ധനം ഒഴുകി വരുമ്പോൾ തന്നെ ചെറിയ തോതിലൊരു മണം ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെ ഇവിടെയുള്ള പ്രദേശവാസികളെല്ലാം തന്നെ പറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതുകൂടാതെ തന്നെ വലിയ തോതിലേക്ക് പിന്നീട് ഈ ഒരു ഇന്ധന ചോർച്ച ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ ഒരു ഇന്ധന ചോർച്ച ഉണ്ടാകുമ്പോൾ തന്നെ പ്രദേശമാകെ വലിയൊരു ദുർഗന്ധമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതുവഴി കടന്നു പോകുന്ന വാഹനങ്ങളിലുള്ള ആളുകൾക്കെല്ലാം ഇത് നേരിട്ട് തലവേദന അടക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ആളുകൾക്കെല്ലാം ദേഹാസ്വാസ്ഥ്യം അതുപോലെ തന്നെ തലവേദന തുടങ്ങിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. എങ്കിൽ പോലും ഈ ജില്ലാ ഭരണകൂടം വലിയൊരു മുൻകരുതലുകൾ തന്നെ എടുത്തിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇവിടെ ആരോഗ്യ മേഖലയിലെ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും ഇവിടെ ഇപ്പോഴും ഇവിടെ തമ്പടിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പറയേണ്ടത്. ആതിര, ശരി, അഭിന പി ചിറക്കലാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.